അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ തന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ,
വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വമുറക്കെ പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷ നീക്കുകയാണ്. നമുക്കറിയാമോ, ഏറ്റവും കൂടുതൽ ധാർമ്മികമായി ഏറ്റവും കൂടുതൽ ആൻറ്റി ക്രിസ്ത്യൻ ആയിരിക്കുന്നത് ആരാണ്? ജനാധിപത്യ രാജ്യങ്ങളിലെ ജുഡീഷ്യറിയാണ് ശരിക്കും. നമ്മളിപ്പോൾ ഈ അലഹബാദിൽ നിന്നൊക്കെ കേൾക്കുന്ന കാര്യങ്ങളില്ലേ, ഇതെല്ലാം വെള്ളക്കാരൻ്റെ കോടതി നേരത്തെ തീരുമാനമായ കാര്യങ്ങളാണ്. ഒരു ഫെഡറൽ രാജ്യങ്ങളിൽ അവർ മനുഷ്യന് ഹ്യൂമനിസത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരു ദൈവികത കൽപ്പിക്കും. എന്നിട്ട് അതിനെ മതത്തിൽ നിന്നും ദൈവവിശ്വാസം അടർത്തി മാറ്റും. മനുഷ്യൻ്റെ തനത് സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കും. എന്ന് വെച്ചാൽ ജനാധിപത്യ രാജ്യങ്ങൾ, ഫെഡറൽ റിപ്പബ്ലിക്കുകൾ ചവിട്ടി തള്ളിക്കളയണത് ആരെയാണ്? ക്രിസ്തുവിനെ തന്നെയാണ് ചവിട്ടി മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ വാങ്ങലാണ് ഇവിടുത്തെ കോടതി എടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ വെള്ളക്കാരെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യൂണിയൻ ജാക്കിൻ്റെ പതാക 47 നമ്മൾ ആ പതാക താഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. മാനസിക അടിമത്തങ്ങളും കൊളോണിയൽ അടിമത്തങ്ങളും ഇപ്പോഴും ജുഡീഷ്യറിയിൽ നിലനിൽക്കുകയാണ്. അത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജുഡീഷ്യറി, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് പറ്റിയൊരു ജുഡീഷ്യറി ആണ് നമ്മൾ ജനങ്ങളെ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ മതേതരമായിട്ടുള്ളൊരു സെക്യുലർ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മാനുഷിക കാര്യങ്ങളെ പരിഗണിക്കേണ്ടത്. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന അങ്ങനെ ഒത്തിരിയേറെ നിയമങ്ങൾ ആ രീതിയിൽ ഈ കാലങ്ങളിൽ പടച്ചു വിട്ടിട്ടുണ്ട്. അത് വരണ നിസ്സാരമായ പ്രശ്നങ്ങളല്ല അത് വരുത്തണത്. പീലാത്തോസൊക്കെ ഇന്നും വളരെ ലൈവായിട്ട് ജഡ്ജിമാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ ജഡ്ജിയെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇതിൻ്റെ വരുന്ന ഒരു വിഷയം ഭരണഘടനയെ നിഷ്ക്രിയമാക്കി കളയുന്നുവെന്നും പാർലമെൻറ്റിനെ നിഷ്ക്രിയമാക്കി കളയും. ഇതിനാ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. കാര്യം ഇതൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളുടെ ഒരു മാനസിക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ ബില്ലാക്കുമ്പോഴാണ് ആ നിയമം വെച്ചുകൊണ്ട് ഇവരത് നിയമാനുസൃതമാണോ അല്ലേന്ന് പറയണത്. ഇപ്പം എവിടെയോ ലോകത്ത് മറ്റു രാജ്യങ്ങളിലുള്ള നിയമം വെച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയുടെ ജനങ്ങളെ വിധിക്കാൻ വരുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം. അത് ഭരണഘടന ഇനാക്ടിവേഷനായിട്ട് വരും. ഇത് നിസ്സാരമല്ല കാര്യങ്ങൾ. ഇത് ഞങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായെന്നറിയത്തില്ല. ഇത് തന്നെ ക്രിസ്തുവിൻ്റെ കാലത്തും സംഭവിച്ചത്. നിയമപരമായിട്ട് ഇപ്പം അവരുടെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചു കൊള്ളാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ നിയമങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയണത്? ഇവൻ സീസറിന് എതിരാണെന്ന് പറയും. പൊളിറ്റിക്കലൈസ് കർത്താവിനെ കൊല്ലുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ സിവിൽ ലോ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അന്നാസും കയ്യാഫാസും. കാര്യം അത് ഉപയോഗിക്കാൻ കാരണം അന്നാസിനും കയ്യാഫാസിനും റിലീജിയസ് ലോ ഉണ്ടെങ്കിലും ആളെ കൊല്ലാൻ പറ്റത്തില്ല. അപ്പം കൊല്ലാൻ വേണ്ടിയാണ് അന്നാസ് സീസറിൻ്റെ എതിരാളിയായിട്ട് ഈശോയെ ചിത്രീകരിക്കുന്നത്. ഈശോ സീസറിൻ്റെ എതിരാളി അല്ല എന്നുള്ളത് ഹു ആർ യു, നീ ആരാണ് എന്ന് ചോദിക്കുന്നതിലൂടെ നിനക്കെന്താ സീസറുമായിട്ട് എതിർപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഈശോ പറയും, ഞാനും സീസറിൻ്റെ രാജ്യവുമായിട്ട് ബന്ധമില്ല, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. അപ്പം തന്നെ പീലാത്തോസിൻ്റെ കാര്യം മനസ്സിലായി. പക്ഷെ പീലാത്തോസിന് ഈശോയുടെ ഒരു ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് അറിവില്ല. പിന്നെ അയാൾ ചോദിക്കണത്, അതുകൊണ്ടാണ് അയാൾ നീ ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈശോ പറയും, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. അപ്പോൾ പീലാത്തോസ് പിന്നെയും കുഴയും. പീലാത്തോസ് ചോദിക്കും, ദെൻ വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം എന്ന് പറയും, ചോദിക്കും. അപ്പോൾ കർത്താവ് തന്നെയാണ് സത്യം, ഐ ആം ദ ട്രൂത്ത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പീലാത്തോസിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് കർത്താവ് മൗനനായി നിന്നു. അപ്പോൾ ക്ലോഡിയ കയറി വരും. ക്ലോഡിയ പരവേശപ്പെട്ട് സങ്കടപ്പെട്ട് വരും. പീലാത്തോസിൻ്റെ ഭാര്യ, ഈ മനുഷ്യൻ്റെ മേൽ ശ്രദ്ധ വേണം, അദ്ദേഹം കാരണം ഞാൻ ഒത്തിരി പേരെ സ്വപ്നത്തിൽ ക്ലേശം അനുഭവിച്ചു, അവൻ നീതിമാനാണ്. ക്ലോഡിയ അത് പറയുമ്പോൾ പീലാത്തോസും പറഞ്ഞു, എനിക്കറിയാം ക്ലോഡിയ, ഇയാൾ നീതിമാനാണ്. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ച് പോണത് സീസറിൻ്റെ ശമ്പളത്തിൽ നിന്നാണ്, നമുക്ക് അതാണ് നീതി, അതുകൊണ്ട് വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് അവിടെ കഴിയും. പീലാത്തോസ് കൈ കഴുകുകയും ചെയ്യും. നിയമം വേറെ, സത്യം വേറെ. ക്രിസ്തു എപ്പോഴും ക്രൂശിക്കപ്പെടും. ഇനിയും നല്ല കള്ളനെപ്പോലെ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണം. കോടതി വിധികൾ ഇനിയും ഉണ്ടാവും. അതുവഴി ധാർമ്മികതയും എത്തിക്സും ഒക്കെ ക്രൂശിക്കപ്പെടും. നിയമപരമായിട്ടുള്ള കാര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അനാസും കയ്യഫാസും ജയിക്കും, ദുഃഖവെള്ളി തുടരും. പക്ഷെ ഓർക്കുക, ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവൻ്റെ ഓഹരി എന്താണ്? എന്നോടുകൂടി സഹിച്ചവൻ എന്നോടുകൂടി നേടും. ഒരു പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മയായിട്ടാണ് ഈശോ ഇടത്തോക്ക് വലത്തേക്ക് തന്നെ തല ചായച്ചുകൊണ്ട് എല്ലാം പൂർത്തിയായെന്ന് പറയുന്നത് ധൈര്യത്തോടെ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിൽക്കുവാൻ അനുഗ്രഹം നൽകിയ മാതാവിനോടും ഈശോയോടും ഞാൻ കോടികോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതുവരെ നടത്തിയ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ പേര് അമീറ്റ, ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു മർത്തോമ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നവംബർ 2 2024 ഇവിടെ ആദ്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, അല്ലാതെ അതാണ് എനിക്ക് കൃപാസനത്തിനെ പറ്റിയുള്ള അറിവ്. പിന്നെ ഞാൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി പഠിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ പഠിക്കുന്ന സമയത്ത്, തൃശ്ശൂർ പഠിക്കുന്ന സമയത്ത് എനിക്ക് 1-2 വട്ടം മാതാവിൻ്റെ പത്രം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കൃപാസന മാതാവിൻ്റെ വല്ലാത്തൊരു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവം എനിക്ക് പലപ്പോഴായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി. എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി, പഠിത്തത്തിന് വളരെയധികം തടസ്സങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ പഠിത്തത്തിന് വളരെയധികം തടസ്സങ്ങൾ പല പല സമയങ്ങളിലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം, മാതാവ് നമുക്ക് സഹായിക്കാതിരിക്കില്ല എന്ന് ഞാൻ വീട്ടിൽ പറയുകയുണ്ടായി. അങ്ങനെ ഞാനും എൻ്റെ മമ്മിയും എൻ്റെ പപ്പായും കൂടി നവംബർ 2 2024 ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ കണ്ടിട്ട് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം വേഗമായിട്ട് മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം കണ്ടു, മനസ്സിലായി. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന സമയത്ത് എനിക്ക് സ്ലോട്ട് കിട്ടി, എനിക്ക് മാതാവിനെ കിട്ടി. എനിക്ക് അറിയില്ലായിരുന്നു മാതാവിനെ കിട്ടിയാലുള്ള ഇമ്പോർട്ടൻസ് ഒന്നും അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ പല പല സാക്ഷ്യങ്ങൾ പറഞ്ഞ് കേട്ട് തുടങ്ങിയപ്പോഴാണ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രമാത്രം അനുഗ്രഹമാണ് മാതാവിനെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി.
പോയിട്ട് ആദ്യ സമയങ്ങളിൽ എനിക്ക് അലർജി കൂടുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ എന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് പലപ്പോഴായിട്ട് വചനം വായിച്ചപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായി നമ്മൾ ദൈവത്തിൻ്റെ അടുത്തും കൂടുതൽ അടുക്കുന്ന സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകാൻ ഞാൻ ഒരു രീതിയിലും തീരുമാനിച്ചില്ല. ഞാൻ ശക്തമായിട്ട് തന്നെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ധ്യാനം കേട്ടു, ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടു. അതുപോലെ തന്നെ ഓരോ സാക്ഷ്യങ്ങളും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിത്തം എക്സാമാണ്, പക്ഷേ ഞാൻ എന്നാൽ പോലും ഞാൻ സാക്ഷ്യങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞാൻ എപ്പോഴും എനിക്ക് പഠിക്കുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ എപ്പോഴും യൂട്യൂബിലിരുന്ന് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ആക്ച്വലി സാക്ഷ്യങ്ങളിൽ നിന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നുമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പല പല കാര്യങ്ങൾ ഞാൻ പഠിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെ പതുക്കെ ഇവിടുത്തെ വെഞ്ചരിച്ച തൈലവും ഉപ്പുമൊക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അലർജി പതുക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. 2 ഗ്രൂപ്പ് 8 പേപ്പറാണ്. 8 പേപ്പറും ഒരു ദിവസം പോലും ഇടപെടാതെ വേണം പോയി എഴുതാൻ. അപ്പോൾ എനിക്ക് മുമ്പ് തന്നെ ഉറക്കം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എങ്ങനെ ഞാൻ 8 പേപ്പർ പോയി എഴുതും. അപ്പോൾ എൻ്റെ ടീച്ചർമാരും എല്ലാം എന്നോട് ആദ്യം പറഞ്ഞു 8 പേപ്പർ എഴുതുന്നത് റിസ്ക് ആണ്, ആലോചിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഇപ്പം വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗത്തിൽ വെച്ചത് ഞാൻ 8 പേപ്പറും എഴുതി പാസ്സാവണം എന്നാണ്. അതുകൊണ്ട് ഞാൻ പിന്നോട്ട് പോയില്ല, മുന്നോട്ട് തന്നെ പോവും. ഞാൻ എഴുതുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തു. സത്യം പറഞ്ഞാൽ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ 8 പേപ്പർ ഒരേ സ്ട്രെച്ചിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന എനിക്ക് ആ 8 ദിവസം വളരെ ഭയങ്കരമായ ഒരു ശക്തി ലഭിക്കുകയും ഞാൻ അന്ന് 2-3 മണിക്കൂറാണ് ഞാൻ ഓരോ ദിവസം ഉറങ്ങുന്നത്. പക്ഷേ എന്നാലും ഞാൻ തളരാതെ എന്നും എനിക്ക് ട്രാവൽ ചെയ്ത് പോയി എക്സാം എഴുതാനുള്ളൊരു ശക്തി കിട്ടി. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. ഇതെല്ലാം ഞാൻ പഠിച്ചത് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കാശുരൂപം കൈപ്പിടിച്ച് ഉപ്പ് വിതറിയിട്ടൊക്കെയാണ് അവർ എക്സാം എഴുതിയിരുന്നത് എന്ന്. അപ്പം ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, എന്നെ നടത്തുന്നത് മാതാവാണ്, ആൾക്കാരെന്തും വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഉപ്പിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ നിറകയിൽ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ ഓരോ എക്സാമും എഴുതിയത്. അങ്ങനെ ഞാൻ എക്സാം എഴുതുന്ന പലയിടങ്ങളിലും സ്റ്റക്കാവുന്ന സമയത്ത് ഞാൻ ഈ കാശുരൂപം ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേളിൽ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം പറയും. സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, അതുപോലെ എന്തെന്നില്ലാത്തൊരു ശക്തി എനിക്ക് ലഭിച്ച് എനിക്ക് പലതും എൻ്റെ സോൺ ഔട്ടായി പോകുന്ന പല കാര്യങ്ങളും എനിക്ക് കിട്ടിത്തുടങ്ങി. ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ടാലിയാക്കുന്ന കാര്യങ്ങളായാലും എവിടെയെങ്കിലും വെച്ചൊന്ന് പതറിപ്പോവുകയാണെങ്കിൽ ഞാൻ മാതാവിന് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എവിടെന്നെങ്കിലും അതിനൊരു ലൂപ്പ് ഹോൾ കിട്ടി. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും തിരിച്ച് ആൻസർ ഷീറ്റ് കൊടുക്കുമ്പോഴും മാതാവിൻ്റെ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ആയിരുന്നു റിസൾട്ട്. എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതും എന്നെപ്പോലെ കുറച്ച് അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അതിശയമാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും. കാരണം ഞാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധതൈലം അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തോ മാതാവിൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എക്സാം റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ സാക്ഷി എഴുതി. ഞാൻ എൻ്റെ ഡയറിയിൽ സാക്ഷി എഴുതി, ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്ന് പറയുന്നതെന്നൊക്കെ സാക്ഷി എഴുതി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നോക്കാൻ അന്ന് അച്ഛൻ്റെ ധ്യാനമുള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു റിസൾട്ട് വന്നു, എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി എന്തായി. ഞാൻ വിചാരിച്ചു ധ്യാനം അറ്റൻഡ് ചെയ്തിട്ട് എന്തായാലും നോക്കുന്നുള്ളെന്ന്. ധ്യാനം അറ്റൻഡ് ചെയ്ത് എൻ്റെ പപ്പയാണ് റിസൾട്ട് നോക്കിയത്. ഞാൻ 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അങ്ങനെ 8 പേപ്പർ ഒറ്റയടിക്ക് എഴുതി പാസ്സായത് വളരെ ഒരു അത്ഭുതമാണ്. മാതാവിൻ്റെ ഒരു കൃപയില്ലാതെ എനിക്ക് അത് ലഭിക്കില്ല. അത് കംപ്ലീറ്റ്ലി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ പിന്നീട് എനിക്ക് ഉണ്ടായ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വയറുവേദന വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. എനിക്കതിന് മുൻപേ വയറുവേദനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുത്തെ തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൽ ഉപ്പിട്ടിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഞാനത് കുടിച്ചു. ആഹാരത്തിലും കുറച്ച് ഉപ്പിട്ടും അങ്ങനെ കഴിച്ചു തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് വയറുവേദന പൂർണ്ണമായിട്ട് മാറി. എക്സാമിൻ്റെ സമയത്ത്
ഒരു പക്ഷേ ആ വയറുവേദന വന്നിരുന്നെങ്കിൽ എനിക്ക് എക്സാമിന് തടസ്സമായേനെ. പക്ഷേ എനിക്ക് വയറുവേദന ഒന്നും വന്നില്ല. പിന്നെ ഇന്നേ വരെ എനിക്ക് ആ ഒരു വയറുവേദന എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു മരുന്നും ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. മാതാവിൻ്റെ തൈലവും ഉപ്പും കൊണ്ട് മാത്രമാണ് എനിക്കത് പൂർണ്ണമായിട്ട് മാറി കിട്ടിയത്. മറ്റൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, CMA എക്സാമിന് എല്ലാം കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് ജോലി കിട്ടാനുള്ള പ്ലേസ്മെൻറ്റിൻ്റെ ആയ സമയത്ത് ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് എനിക്ക് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശ് രൂപം തന്നു. അപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ പ്ലേസ്മെൻറ്റ് അറ്റൻഡ് ചെയ്തു. ഓൺലൈൻ പ്ലേസ്മെൻറ്റ് സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് നല്ലൊരു MNCയിൽ ബാംഗ്ലൂർ എനിക്ക് അനലിസ്റ്റായിട്ട് ജോലി കിട്ടി. അതും ആ കിട്ടിയതും 2 ദിവസമാണ് അവർ ഡോക്യുമെൻറ്റേഷനുള്ള സമയം തന്നത്, ഡോക്യുമെൻ്റ് ഫില്ല് ചെയ്യാൻ. ആ 2 ദിവസം മാതാവിൻ്റെ സമയ ചുരുക്കത്തെയാണ് അത് കാണിക്കുന്നത്. മാതാവ് സമയ ചുരുക്കിയാണ് 2 ദിവസമാക്കി തന്നതും ആ സമയം ഞാനത് ഡോക്യുമെൻ്റ് ഓൺലൈനിൽ കാണാനും ഞാൻ ഫില്ല് ചെയ്യാനും ഇടയായത്. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, എനിക്ക് ഓഫർ ലെറ്ററും എല്ലാം. പൊതുവേ ഒരു MNCയിൽ ഒരു ഓഫർ ലെറ്റർ കിട്ടണമെങ്കിൽ സമയം എടുക്കും. പക്ഷേ എനിക്ക് 2 ആഴ്ച കൊണ്ട് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഇൻ്റർവ്യൂ, ഓഫർ ലെറ്റർ എല്ലാം സാധിച്ചു കിട്ടി. എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതും കൃപാസന മാതാവിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എൻ്റെ പപ്പായ്ക്ക് ജോലിയുടെ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് പപ്പയ്ക്കൊരു ജോലി, ഞങ്ങൾക്ക് ഗൾഫിൽ തന്നെ ഒരു ജോലി വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ചു. എന്നിട്ട് ഞാനും എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 2, 2024 നിയോഗം കൃപാസനത്തിൽ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഡിസംബർ പകുതിക്ക് മുന്നേ പപ്പായ്ക്ക് ജോലി കിട്ടണമെന്ന്, ഞാൻ ഗൾഫിൽ തന്നെ ജോലി കിട്ടണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചത്. അതും സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഡിസംബർ പകുതിക്ക് മുന്നേ തന്നെ പപ്പയ്ക്ക് ജോലി കിട്ടി. പപ്പ ഗൾഫിൽ പോയി. പപ്പ ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതും കൃപാസന മാതാവിൻ്റെ വലിയൊരു കരുണയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ പഠിക്കുന്ന സമയത്തും എല്ലാം ഞാൻ ഡയറിയിൽ മാതാവിൻ്റെ വചനങ്ങൾ, ബൈബിളിലെ വചനങ്ങൾ ഞാൻ എഴുതുമായിരുന്നു. അതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ ഒരുപാട് വട്ടം എഴുതുമായിരുന്നു. പിന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പത്രപ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രധാനമായിട്ടും ഗവൺമെൻറ് ആശുപത്രികളിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആശുപത്രി രോഗികൾക്കും അവിടെ അടുത്തുള്ള കടകളിലുമൊക്കെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ഓട്ടോക്കാർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരെന്നോട് ചോദിക്കുമായിരുന്നു, അവിടുന്ന് എന്ത് തരും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അവിടുന്ന് എന്ത് തരും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ചിലരൊക്കെ പരിഹസിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വേറൊന്നുമല്ല കിട്ടുന്നത്, മാതാവിൻ്റെ കൃപയും അനുഗ്രഹവുമാണ് കിട്ടുന്നത്. ജീവിതത്തിൽ അതാണ് മുഴുവൻ കിട്ടിയത്. അപ്പോൾ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്നും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ട സമയത്ത്, പല സാക്ഷ്യങ്ങളും കേട്ട സമയത്താണ് ഞാൻ അറിഞ്ഞത്, വെറുതെ പത്രം കൊടുക്കുന്നതിലും നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്ത് മാതാവിനെ പറ്റി പറഞ്ഞ് പത്രം കൊടുക്കുന്നതാണ് കൂടുതൽ അനുഗ്രഹമെന്നും മറ്റുള്ളവരെ അറിയിക്കാൻ നല്ലത് അതാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ പത്രത്തിലും ഇവിടുത്തെ തൈലം പൂശി വിശ്വാസപ്രമാണം പറഞ്ഞിട്ടായിരുന്നു ഞാൻ പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പത്രം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഞാൻ ഇവിടെ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞ്, ഇവിടുത്തെ അത്ഭുതങ്ങളെ പറ്റി പറഞ്ഞ്, നിങ്ങളുടെ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ തന്നെ അവിടെ കടത്തിണയിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ട അപ്പച്ചന്മാർക്കൊക്കെ ഞാൻ പൊതു കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് സ്നേഹതീരം എന്ന് പറഞ്ഞൊരു അമ്മമാർക്കുള്ളൊരു ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വിളിച്ച് ചോദിച്ച് ഞങ്ങൾ സാധനങ്ങൾ അതിനനുസരിച്ച് വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഓൺലൈനിലൊക്കെ വരുന്ന ഓരോരുത്തരുടെയും, അപ്പം ക്യാൻസർ രോഗികൾ, മറ്റ് ട്രീറ്റ്മെൻറ്റ് ഉള്ളവർക്കൊക്കെ അന്നൊക്കെ എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിലിരിക്കുന്ന പലരെയും സഹായിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിൾ വായനയും മുടങ്ങാതെ ബൈബിൾ വായിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒട്ടും മുടക്കിയിട്ടില്ല. കൃപാസനത്തിൽ വന്നേ പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. അതുപോലെ തന്നെ മാതാവിനെയും കർത്താവിനെയും കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. കുർബാന ഞങ്ങൾ മാക്സിമം പറ്റുന്നിടത്തോളം എല്ലാം ഞങ്ങൾ കുർബാന എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോഴായാലും ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളി ഏതാണോ അവിടെ പോയി ഞാൻ കുർബാന കൂടാറുണ്ട്. ഗ്രോട്ടോയിൽ പോയി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തിക്കൊള്ളുന്നു. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേയുണ്ട്. സഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം വചനമാണ്. പിന്നീടുണ്ടായിരുന്ന CMA പ്ലേസ്മെൻ്റ് ആണ്. അതും ഇവിടെ വന്ന് പ്ലേസ്മെൻറ്റിന് മുൻപ് തന്നെ
ജോസഫ് അച്ഛനെ കാണുകയും ബ്ലെസ്സിങ് മേടിക്കുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ് ഈ മകൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് 2 ദിവസം കൊണ്ട് പോലും കൂടെ എല്ലാ പേപ്പേഴ്സും പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും ഈ മകൾക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ്, അതായത് MNCയിൽ അനലിസ്റ്റായിട്ട് ബാംഗ്ലൂരിൽ തന്നെ ഒരു നല്ല ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. അതും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹമാണ്, ഒരു കൃപയാണെന്നാണ് ഈ മകളെ കൂടുതൽ വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ കൃപ എൻ്റെ മെറിറ്റ് അല്ല, ബട്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുവാൻ. അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്ന അമ്മ. കൃപാസനം അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ പക്കലേക്ക് കൊണ്ടുപോകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം വചനം പറയുന്ന പോലെ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ദൈവ സാന്നിധ്യമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുകയും എന്ത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ആ ശക്തിയും ആ ബലവും നൽകുന്നത്. ഈ മകളുടെ ജീവിതത്തിലും കർത്താവായ ദൈവമാണ് വിജയം നൽകുന്ന യോദ്ധാവ്. ആ യോദ്ധാവിൻ്റെ അരികിൽ ഈ മകൾ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നു നിന്ന് സാക്ഷ്യം പറയുന്നത്. ഈ മകൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളും, പ്രത്യേകിച്ചും പത്രം, പലപ്പോഴും പല വാക്കുകൾ കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിലും പക്ഷെങ്കിൽ ഒന്നും വകവയ്ക്കാതെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഈ മകളുടെ തീഷ്ണത, അതും പിന്നെ പ്രാർത്ഥിച്ച് പത്രം കൊടുക്കുമ്പോൾ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ആ തീഷ്ണതയാണ് ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഒരു കാര്യം അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ്. അങ്ങനെ ഈ മകൾ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമെല്ലാം നല്ല ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്തുകൊണ്ട് ഫലമായിട്ടാണ് ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വരുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും എന്തുതന്നെ പ്രശ്നമായാലും ബുദ്ധിമുട്ടുകളായാലും എല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വാസത്തോടെ നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമിത മരിയ പരിശുദ്ധ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് അജീഷ് മാത്യു. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ നീണ്ടൂരിൽ നിന്നാണ്. അവിടെ ഞാനിവിടെ വരാനുള്ള അനുഭവമാണ് ആദ്യം എനിക്ക് പറയണത്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യമില്ലായിരുന്നു. കാരണം പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ മുഴുവൻ കുർബാനയൊന്നും കൂടിയല്ല. കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒഴിവായി വീട്ടിൽ നിന്ന് ജംഗ്ഷനിലോട്ടൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചു. ഇവിടുത്തെ മാതാവിൻ്റെ കൃപാസന പത്രം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ കൊണ്ട് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അമ്മ ഇത് വായിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം ചുമ്മാ വീട്ടിലിരുന്നപ്പോഴത്തേക്കും ഈ മാസിക എടുത്ത് ഞാനിങ്ങനെ നോക്കി. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഒന്നും ഒരു വിഷമമൊന്നുമല്ല, മറ്റുള്ളവരുടെ ഒരുപാട് വിഷമങ്ങൾ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എന്നെക്കൊണ്ട് എടുത്ത് തോന്നിപ്പിച്ചതാണ്, ഈ പത്രം എടുത്ത് വായിക്കാൻ തോന്നിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി എത്രയും പെട്ടെന്ന് ഇവിടെ കൃപാസനത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത്. അതുവരെ എനിക്കിങ്ങനെ ഇവിടെ വരണം എന്നുള്ളൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, എവിടെയാണ് പോയി ഉടമ്പടി എടുക്കേണ്ടത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ വന്ന് ഇവിടുത്തെ സെക്യൂരിറ്റിയോടും ഇവിടുത്തെ സിസ്റ്റർമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇന്നടുത്താണ് കുമ്പസാരിച്ച് അല്ലേ ഉള്ളൂ ഉടമ്പടി എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഞാനിവിടെ വന്ന് കുമ്പസരിച്ചു, ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളൊക്കെ എഴുതിയത് 2023 സെപ്റ്റംബർ മാസം 26-ാം തീയതിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ നിയോഗങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്തു. അതിലെൻ്റെ 3 നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു തന്നു. ഒന്ന്, ഞാൻ മാതാവിനോട് ആദ്യത്തെ നിയോഗം വെച്ചിരിക്കുന്നത്, മാതാവ് എനിക്ക് ഈ ഉടമ്പടി പാലിക്കാനുള്ള ഒരു മനസ്സ് തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നാണ് ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ രണ്ടാമത് എനിക്ക് വെച്ചത്, എനിക്കൊരു നല്ല ഭവനം ഇല്ലായിരുന്നു. അതെനിക്കൊരു മനസ്സിനകത്ത് ഭയങ്കര വിഷമമാണ്. ഒരു ഭവനം ഇല്ല, ആരെങ്കിലും വീട്ടിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇത് എനിക്ക് ഈയിടെയാണ് എനിക്കത് സാധിച്ചു കിട്ടിയത്. എനിക്കൊരു വിദേശത്ത് പോകാനുള്ള
ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അത് 3ാമത്തെ ഇതാണ്. അപ്പം ഞാൻ ഇങ്ങനെ വീട് വയ്ക്കുന്ന കാര്യം വിചാരിച്ചപ്പോഴത്തേക്കും ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ആയാലും ഒരു 10-25 ലക്ഷം രൂപയോളം ആവും ഒരു ചെറിയ വീട് വെക്കണം. അപ്പോൾ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവറാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പം ആ ജോലി ഇത് വെച്ച് എനിക്കൊരു വീട് സ്വന്തമായിട്ട് വയ്ക്കാൻ സാധിക്കില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഇത് കഴിഞ്ഞ് ഞാൻ പലരെയും ചെന്ന് ഇങ്ങനെ സമീപിച്ചു. അതായത് ബാങ്കിലേക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പലരും ചോദിച്ചു, നിൻ്റെ ഈ വരുമാനം വെച്ച് നിനക്ക് ഈ വീടിൻ്റെ ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് തളർന്നു. ഇനി വീട് വയ്ക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല എന്നൊക്കെയുള്ളൊരിത് തോന്നി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ദിവസം, ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്കാണ് പോകുന്നത്. പക്ഷേ ഒരു ഞായറാഴ്ച ഞാൻ പോയില്ലെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തലേ ദിവസം ഒരു കല്യാണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് താമസിച്ചാണ് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. 2ാമത്തെ കുർബാനയ്ക്കാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ അമ്മയോട് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞ്, ഇന്നപോലെ ചേച്ചി ഇന്നത്തെ കുർബാനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ഒരു സ്കീം നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, നമുക്കിങ്ങനെ 2ാമത്തെ കുർബാനയ്ക്ക് പോകുമ്പം അച്ഛനെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞു. ഞാനും അമ്മയും 2ാമത്തെ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് ശേഷം അച്ഛൻ്റെ റൂമിൽ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നപോലെ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ച് കൊടുക്കുന്നത്. നിനക്ക് ചെറുതാണേലും മോശമായ ആണേലും ഒരു വീടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛോ അത് വീട് തീരെ മോശമാണ്, ഏത് മഴക്കാലത്തെ ചോർന്ന് ഒലിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയല്ല ഒരു വീട് പുതിയത് വെക്കാനൊന്നും പറ്റിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, അവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറയും. അപ്പോഴും എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ഇത് നടക്കുകയില്ല. നമ്മളെക്കാളും വീടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, എന്നാൽ അവർക്ക് കിട്ടട്ടെന്ന് ഞാനും കരുതി ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ രണ്ടാമത് ഇന്ന് അച്ഛനോട് പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, നീ ഒരു അപേക്ഷ വെച്ച് നോക്ക്, ഇനി ഞാൻ ഉറപ്പ് പറയുകയില്ലെന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു അപേക്ഷ എഴുതി വെച്ചു. അപേക്ഷ എഴുതി വെച്ചപ്പോൾ ഞാൻ അപേക്ഷ കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ 12 അപേക്ഷ വേറെയുണ്ട്. 12 അപേക്ഷകളും അച്ഛൻ്റെ പക്കലുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പക്കൽ എനിക്കറിയത്തില്ല, എന്നെക്കാളും താഴ്ന്ന ആൾക്കാരുണ്ടായിരിക്കും. എന്നാലും ഞാൻ വിചാരിച്ചു എന്നെക്കാളും താഴ്ന്ന ആൾക്കാർക്കും വീട് ഒട്ടും ഇല്ലാത്തവർക്കും കിട്ടട്ടെന്ന് ഞാൻ അന്നേരവും മനസ്സുകൊണ്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കും തോറും ഞാൻ എപ്പോഴും പറഞ്ഞു, എനിക്കൊരു വീട് മതി, എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, മാതാവിനോട് വന്ന് പറയും, എനിക്ക് ഒരു വീട് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് ഞാൻ പറയും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചേച്ച് തിരിച്ച് ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഞാൻ ബൈക്കിൽ പോകുമ്പം എനിക്കൊരു കോള് വന്നു. അത് എൻ്റെ ഇടവപ്പള്ളിയിൽ നിന്നാണ്. ഇടവപ്പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, അജീഷ് മാത്യു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അജീഷ് ഒരു വീടിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ്, അത് വീടിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നിൻ്റെ വീട് നോക്കാനായിട്ട് ഇന്ന് കമ്മിറ്റിയിൽ നിന്നും ഒരു 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി വരുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്കൊരു വിശ്വാസം വന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്, മാതാവേ ആ വീടിൻ്റെ കാര്യത്തിലൊന്നും നടക്കുന്നില്ലോ, എന്നാ ചെയ്യും. അങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോയ സമയത്താണ് എനിക്ക് കോള് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു 5 മണിയാകുമ്പം വരും, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ 5 മണിക്ക് നീ വീട്ടിൽ വരികയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. അവർ വീട്ടിൽ വന്ന് 5 മണിയായപ്പോൾ അവരെല്ലാവരും വന്നു. അവരെല്ലാം വന്നു കഴിഞ്ഞ് എൻ്റെ വീടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞ് പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. അപ്പം ഞാൻ ചോദിച്ച് അവിടുത്തെ ആ കമ്മിറ്റിയിൽ അടങ്ങുന്ന ഒരാളോട് ചോദിച്ച്, ഇത് നടക്കുകയില്ലേ എന്ന് ചോദിച്ച്. അന്നേരം പറഞ്ഞില്ല, വിളിക്കാം എന്ന് പറഞ്ഞു. വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തോളം എനിക്ക് അതിന് റെസ്പോണ്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ ഇവരുടെ എല്ലാം ചോദിക്കുമ്പം പറയും, അത് പള്ളിക്കാരിയല്ലേ, അത് സമയമെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ശ്രമവും പിന്നെ ഉപേക്ഷിച്ചു. പിന്നെ 2025 ഏപ്രിൽ മാസത്തിലെ 1-ാം തീയതി അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു വീട് വെച്ച് തരാൻ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വീട് വെക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നല്ലോ, അതിനുശേഷം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും.
ഞാനിപ്പം ഞങ്ങളുടെ അവിടുത്തെ കവലയിലൊക്കെ ആവുന്ന സമയത്താണേലും പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകും. എൻ്റെ കൂട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവായി ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. ബൈബിൾ ഞാനങ്ങനെ വായിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ദിവസവും രാത്രിയാകുമ്പം പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ബൈബിൾ വായിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാൾ വിദേശത്ത് പോകാനായിട്ട് ഒരു ഏജൻറ്റ് മുഖേന 5 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ യൂറോപ്പിന് പോകാനായിട്ടാണ്. 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇൻ്റർവ്യൂ എല്ലാം പാസ്സായതാണ്. ഇൻ്റർവ്യൂ പാസ്സായിട്ടും പുള്ളിക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പം ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ പോലെ പൈസ മുഴുവനും അടച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് വിസ തരുള്ളൂ എന്ന് പറയും. അപ്പം അപ്പോഴത്തേക്കും കടം മേടിച്ചാണേലും പൈസ മുഴുവൻ 5 ലക്ഷം രൂപയും കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്തിട്ടും പിന്നെയും വിസ റിജക്റ്റായി പോവുക. അപ്പം ഞങ്ങൾ ഇവരെ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, ഏജൻറ്റിനെ വിളിച്ച് ചോദിക്കുമ്പോൾ വിസ റിജക്റ്റായി പോയി, എന്താ കാരണം അറിയത്തില്ലെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു കാശ് മുഴുവൻ തിരിച്ചിങ്ങി തന്നേക്കാൻ പറയും. കാശ് തിരിച്ചപ്പോൾ അവർ പറഞ്ഞു കാശ് അങ്ങനെയൊന്നും പെട്ടെന്ന് തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മൾ അവരോട് മോശമായിട്ടോ ഒന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ആ പൈസ സത്യസന്ധമായിട്ടുണ്ടാക്കിയ കാശ്, ആരെയും തട്ടിച്ചോ വെട്ടിച്ചോ ഒന്നും ഉണ്ടാക്കിയ കാശല്ല, ആ കാശ് തിരിച്ച് മാതാവ് ഇടപെട്ട് തിരിച്ച് ഞങ്ങൾക്ക് തരണേന്ന് പറയും. അങ്ങനെ ഇരുന്ന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഏജൻറ്റ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ മുഴുവൻ കാശ് 5 ലക്ഷം രൂപയും തിരിച്ചു തരാമെന്നു. അതിന് മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഒന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ശമ്പളം തീരെ കുറവായതുകൊണ്ട് ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു. ഇപ്പോൾ അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് തന്നെ എന്നെ വീണ്ടും വിളിച്ചിരിക്കുവാണ്, ശമ്പളം കൂട്ടി നിനക്ക് ഇവിടെ ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. അവരെനിക്ക് വിസ അയച്ചു തന്നു, ടിക്കറ്റ് അയച്ചു തന്നില്ല. ടിക്കറ്റ് ഈ മാസം അവസാനം തിരിച്ചു തരാം എന്ന് അയച്ചു തന്നേക്കാന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മാതാവിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കലും ഞാൻ പരിശുദ്ധ കൃപാസന മാതാവിനെ ഞാൻ മറക്കില്ല. ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് കൃപാസന മാസിക പത്രം എടുത്ത് ഞാൻ പോകുന്ന വഴിക്ക് ഓരോ വീട് വഴിയൊക്കെ എനിക്ക് അറിയാവുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും ഒക്കെ ഞാൻ കൊടുക്കും. ചിലരെന്നോട് വാങ്ങിക്കില്ല, ഇതുകൊണ്ട് എന്ത് പ്രയോജനം. അപ്പം ഞാൻ പറയും ഒന്ന് വായിച്ച് നോക്ക്, നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളതൊക്കെ. അങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കൊക്കെ ഞാൻ എന്നെക്കൊണ്ടാകാവുന്ന രീതിയിലുള്ള ഭക്ഷണം മേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പണം ഞാൻ കൊടുക്കും, പണമൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല വീട്ടിൽ പ്രാർത്ഥിക്കുമ്പം ഞാൻ രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈ വിദേശത്ത് പോകാൻ പഠിച്ചിട്ട് ജോലി കിട്ടാത്ത പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കിഡ്നി സംബന്ധമായ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് വീട് കിട്ടിയതുകൊണ്ട് ഇപ്പം വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവർക്ക് മാതാവ് എവിടുന്നെങ്കിലും ഒരു ദൈവദൂതനെ പോലെ അവർക്കും ഒട്ടും വീടില്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഒരു സ്പോൺസർക്ക് സാധിച്ചേക്കണേ എന്ന് ഞാൻ പറയും. അത് മാത്രമല്ല, എനിക്ക് വീട് സ്പോൺസർ ചെയ്ത അവരുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കും. ആ സ്പോൺസർ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ടോ, വീട് വെച്ച് തന്നു നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച്. അതിന് ഞാൻ പറയും എനിക്കിത് മതി, എനിക്ക് 3 ബെഡ്റൂമുള്ള ഒരു വീടാണ് വെച്ച് തന്നിരിക്കുന്നത്. അപ്പം അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. 91 സങ്കീർത്തനം 10-11 തിരുവചനങ്ങൾ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അജീഷ് എന്ന ഈ മകൻ അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. വീട് അദ്ദേഹത്തിനൊരു സ്വപ്നമായിരുന്നു. വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നൊരു സ്വപ്നം പോലുമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 5 ലക്ഷം രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തത്, അതും തിരിച്ചു കിട്ടില്ല എന്നൊരു അങ്ങനെ വലിയ വലിയ അസാധ്യമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം കുറച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അദ്ദേഹത്തെ ആനയിച്ചിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും വീണ്ടും ഏറ്റുപറയുന്നതാണ്, ഇനി ഞാൻ ഒരിക്കലും പരിശുദ്ധാമ്മയെയും ഈശോയും വിട്ട് ഞാൻ പോവുകയില്ല. കാരണം ദൈവസ്നേഹം എന്താണെന്ന് അദ്ദേഹം ഒരു ചെറിയ അത്ഭുതങ്ങളിലൂടെ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു.
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ നിയോഗങ്ങളുടെ ദൈർഘ്യം കൂടി. കാരണം എന്നെപ്പോലെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന്, വീടില്ലാത്തവരും വിഷമിക്കുന്നവരും ജോലിയില്ലാത്തവരും, അങ്ങനെ ഒരുപാട് വേദനകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലാക്കി അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ സമയങ്ങളിലുള്ള മറ്റ് എൻ്റർടൈൻമെൻ്റ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈശോയ്ക്ക് കൊടുക്കാനുള്ളത് കൃത്യമായി പ്രാർത്ഥനാ സമയങ്ങളെല്ലാം അദ്ദേഹം വളരെ കൃത്യമായി നിബന്ധനകൾ പാലിക്കാനൊക്കെ തുടങ്ങി. അതൊരു ജീവിതക്രമമാണ്. ഉടമ്പടി ഒരു ജീവിതക്രമമാണെന്ന് എല്ലാ മക്കളും ഈ സാക്ഷ്യത്തിലേറ്റ് പറയുന്നത് ഇതുകൊണ്ടാണ്. നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ അടുക്കും ചിട്ടയും വരുന്നത് നാം മനസ്സിലാക്കുകയാണ്. അജീഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുതന്നെയാണ്. അമ്മയോട് വളരെ പിണക്കത്തോടു കൂടി പറഞ്ഞു, അമ്മയ്ക്ക് ഈ കൃപാസനം പ്രാർത്ഥനയല്ലാതെ മറ്റൊരു തൊഴിലില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ അമ്മയോട് സംസാരിക്കുമായിരുന്നെങ്കിലും ഇന്ന് അതെല്ലാം മറ്റുള്ളവരോട് പറയേണ്ട ഒരവസ്ഥാവിശേഷം ഈ മകന് വന്നിരിക്കുകയാണ്. കാരണം ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടാതെ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നും സാധ്യമല്ല എന്ന് അജീഷിന് മനസ്സിലായി കഴിഞ്ഞു. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് നമുക്ക് കൊടുക്കാം. കാരണം അമ്മയ്ക്ക് ജീവിത പ്രശ്നങ്ങളെല്ലാം മനസ്സിലാകും. അമ്മ എല്ലാ ജീവിത പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ളവരാണ്. എത്ര തന്നെ വീടില്ലാത്ത ഒരവസ്ഥ അമ്മയ്ക്കുണ്ടായതാണ്. അവർക്ക് ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. ഈശോയും ഔസേപ്പിതാവുമായി ഒരുപാട് കാലം ഒരു അജ്ഞാതവാസം അവർക്ക് ആവശ്യമായിരുന്നു. അവർക്ക് അവരുടെ ജീവിത ഭാരങ്ങളേറിയതായിരുന്നു. ഔസേപ്പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരമ്മയുടെ, ഒരു കുടുംബത്തിൻ്റെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബെൽജി, ഇതെൻ്റെ ഭാര്യ ഷീജ, മക്കൾ ആൽവിൻ, എബൻ, എയ്തൻ. ഞങ്ങൾ കോതമംഗലം രൂപത സെൻറ്റ് ജോസഫ് ചർച്ച് നെല്ലിമറ്റയിടവയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്, എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. എനിക്ക് 6 മാസം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 2024 ഡിസംബർ 9-ാം തീയതി ജർമ്മനിക്ക് പോകാൻ സാധിച്ചു. അവിടെ ചെന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, അവിടുത്തെ കാർഡെല്ലാം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വരികയും പെട്ടെന്ന് അതിശക്തമായി വേദന വരികയും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവിടെ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ വേറെ ആരും എനിക്ക് പരിചയമില്ല, അവിടുത്തെ ലാംഗ്വേജ് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഭയം വന്നു. ഞാൻ ശക്തിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2-ാമത്തെ ദിവസം രാത്രി യൂറിൻ പാസ് ചെയ്തപ്പോൾ ആ കിഡ്നി സ്റ്റോൺ പുറത്തേക്ക് പോവുകയും 3-ാമത്തെ ദിവസം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയമായപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ട് അവിടുത്തെ പേ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. എന്നോട് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എനിക്ക് ട്രാവൽ ഇൻഷുറൻസ് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവരത് വെച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ട്രാവൽ ഇൻഷുറൻസ് കമ്പനിക്ക് അത് ബില്ലെല്ലാം അയച്ചു കൊടുത്തു. എന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ കമ്പനിയിലേക്ക് തിരിച്ചു പോയി. കമ്പനിയോട് പൈസ പേ ചെയ്യാൻ പറഞ്ഞു. അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അവിടുത്തെ കാർഡായിട്ടില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. എനിക്ക് ഏതാണ്ട് നാട്ടിൽ 5 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ടതായിട്ട് അവരെനിക്കിങ്ങനെ നിരന്തരം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ല് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ശക്തിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു. 4 മാസം അവരായിട്ടിങ്ങനെ മെയിൽ അയക്കുകയും നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ അവരായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബില്ലെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ ശക്തിയായിട്ട് ഇടപെട്ട് ആ ബില്ലെല്ലാം എനിക്ക് ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാതെ തന്നെ എനിക്ക് ബില്ലെല്ലാം ആ പൈസയെല്ലാം അവർ പേ ചെയ്തു, ഇൻഷുറൻസ് കമ്പനി. അതിനുശേഷം ജോലിയെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ 2025 ഈ ഡിസംബർ 20-ാം തീയതിക്ക് മുമ്പ് എനിക്ക് വിസ ശരിയാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനാൽ അതിൻ്റെ ഫലമായി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് എനിക്ക് ഡിസംബർ 19-ാം തീയതി ഞങ്ങൾക്ക് വിസ, എൻ്റെ എല്ലാ ഫാമിലി എല്ലാവരെയും കൊണ്ടുപോകാനുള്ള വിസ എനിക്ക് വരികയും
ഈ വരുന്ന തിങ്കളാഴ്ച 29-ാം തീയതി ഞങ്ങൾ ജർമ്മനിക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ഞങ്ങൾ ഇപ്പോൾ ഈ വരുന്ന 29-ാം തീയതി ഞങ്ങൾ ഫാമിലിയായിട്ട് ജർമ്മനിക്ക് പോവുകയാണ്. അതിനു മുൻപായിട്ട് എനിക്ക് ജർമ്മൻ എക്സാം എഴുതണമായിരുന്നു. അപ്പം ഞാൻ ജർമ്മൻ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റ് എല്ലാമായി അച്ഛനെ കാണാനായിട്ട് ഞാൻ ഇവിടെ വരാനിരിക്കുമ്പോഴാണ് അറിയുന്നത് അച്ഛൻ ഇവിടെ ഇല്ല, UK പോയേക്കുവെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞാനും എൻ്റെ മൂത്ത മോനും കൂടിയാണ്. എനിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു സെൻറ്റർ കിട്ടിയത്. ഞാനവിടെ എക്സാം എഴുതാൻ പോകാനായിട്ട് തുടങ്ങിയപ്പം എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടത്തോടെ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ മോനോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടുകുത്തി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം എനിക്കതൊരിക്കലും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം മറ്റൊരു ഭാഷ എനിക്കിത്രയും പ്രായമായിട്ടുണ്ട്, ഞാനതെങ്ങനെ പഠിച്ച് എടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി, അമ്മ ഇടപെടണമേ, ഒരു കഴിവുമില്ല, എൻ്റെ കഴിവിലൊരിക്കലും ഞാനിത് പാസ്സാകത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോയി. ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. തൈലം തൊട്ട് പൂശി ഞാൻ പാസ്പോർട്ടിലെല്ലാം ഞാൻ കുരിശ് വരച്ചു. ഉപ്പ് ഞാൻ കയ്യിൽ കരുതിയെങ്കിലും കയ്യിലിങ്ങനെ മെൽറ്റായി പോകും നമ്മൾ വിയർക്കുമ്പോൾ. എങ്കിലും ഞാനത് ഇങ്ങനെ കയ്യിൽ കരുതി ഇടയ്ക്ക് ഞാനത് നാവിൽ തേച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എല്ലാം എഴുതിയിട്ട് പോന്നത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 1 മാസം കഴിഞ്ഞ റിസൾട്ട് വരത്തുള്ളൂ. 1 മാസം ഞാൻ മുട്ടയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഒരിക്കലും ആ എക്സാം പാസ്സാവുമെന്ന് എനിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. എനിക്കൊരു 60 മാർക്ക് മാത്രം മതി ജയിക്കാനായിട്ട്. എനിക്കൊരു 60 മാർക്ക് തന്ന് എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പറഞ്ഞ് എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബത്തോടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മക്കളോടും പറയും അമ്മ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 63 മാർക്ക് തന്ന് എന്നെ അമ്മ സഹായിച്ചു. അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ കിണറ്റിലെ വെള്ളം കഴിഞ്ഞ ഒരു ഡിസംബർ മാസം ലാസ്റ്റ് ആയപ്പോൾ മുതൽ പച്ച കളറെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വെള്ളം അത്ര മോശമായിരുന്നു. ഞാൻ എല്ലാ മാസവും കിണർ തേകുമായിരുന്നു. കിണർ തേകി ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും വെള്ളം പച്ച കളറിലാവും. ആ വെള്ളം പിന്നെ കുടിക്കാൻ കൊള്ളത്തില്ല. ലാസ്റ്റ് അവസാനം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച വസ്തുക്കൾ ഉപ്പും തൈലവും എല്ലാം ഞാൻ കിണറ്റിൽ തേനും എല്ലാം കൊണ്ടുപോയി ഒഴിച്ച് ഞാൻ എല്ലാം പ്രാർത്ഥിച്ചു. എൻ്റെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് പാപമാണ് അമ്മയെ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് എൻ്റെ വെള്ളം ശരിയായി കിട്ടിയില്ല. അവസാനം ഞാൻ കുപ്പിയിൽ വെള്ളം എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു. അച്ഛൻ എനിക്ക് വെഞ്ചരിച്ചൊരു ലോക്കറ്റ് തന്നു. അച്ഛൻ പറഞ്ഞു ഇത് കൊണ്ടുപോയി കിണർ ശുദ്ധീകരിച്ച് കിണറ്റിലിടുക, അതുകൂടാണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പും തൈലവും പൂശുക, തളിക്കുക, വെള്ളം ശരിയാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 3-4 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ വെള്ളം പഴയ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം എഴുതി കൊടുക്കണമായിരുന്നു. ഞാൻ സാക്ഷ്യം എഴുതിയതെല്ലാം ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞ ഈ രോഗശാന്തിയും ഞങ്ങളുടെ ഈ സാമ്പത്തികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ എഴുതി. അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, ഭർത്താവില്ലാതെ ഈ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല, തനിക്കായിട്ട് എന്തെങ്കിലും സാക്ഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജർമ്മൻ പാസ്സായത് മാത്രമേ ഉള്ളൂ, കൂടാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകാൻ നേരം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും വന്ന് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഈ വെള്ളം മാത്രം, എനിക്ക് കുടിവെള്ളമാണ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം, അതുമാത്രം എനിക്ക് നന്നാക്കി തരാത്തത് എൻ്റെ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി 7-ാം ദിവസം അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം മൂത്ത മോനെ എന്നോട് പറയാം, അമ്മേ നമുക്ക് ഒന്നോടെ കിണർ തേകി നോക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, ഇനി ഞാൻ ആ കിണർ തേകില്ല. കാരണം അച്ഛൻ വെഞ്ചരിച്ച വസ്തുക്കൾ ഇട്ടിട്ട് അത് വൃത്തിയാക്കി ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞ പോലെയല്ല ഞാൻ ചെയ്തതാണ്. ഇനി ഞാനത് തേകുന്നില്ല, അത് അമ്മ തന്നെ ശുദ്ധീകരിച്ച് തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് തേകാൻ പോയില്ല. 7-ാം ദിവസം ഞാൻ വെറുതെ എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുമായിരുന്നു കിണറ്റിൽ ചെന്ന് നോക്കാൻ. ഞാൻ ചെന്ന് കിണറ്റിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ കുമ്മായം ഇങ്ങനെ ഊറി അടിഞ്ഞു പോകുന്ന പോലെ കിണറ്റിലിങ്ങനെ ഊറി അടിഞ്ഞിട്ട് വെള്ളം നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞു കിടക്കണു. ഇപ്പോൾ ഞങ്ങളുടെ വെള്ളം ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ശുദ്ധി ചെയ്തിരിക്കുന്നു. അടുത്തത് പറയാനുള്ളത്, ഞാൻ
പുതുക്കാൻ വന്ന സമയത്ത് എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഒന്നിച്ച് പോകാൻ വേണ്ടി, കാരണം ഭർത്താവ് ഡിസംബറിൽ ലീവിൽ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു. ആ കൂടെ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭർത്താവ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് അതെല്ലാം സാധിച്ചു തന്ന് ഞങ്ങൾക്ക് ഈ മാസം 19-ാം തീയതി ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ വന്നു. മൂത്തയാളും മാത്രം പോകുന്നില്ല, അവൻ തന്നെ ജർമ്മൻ പഠിച്ച് പാസ്സായി വരണം. ഞങ്ങൾ 2 മക്കളും ഏട്ടൻ്റെ കൂടെ പോവുകയാണ്. ഈ 29-ാം തീയതി പോകും. അത് അമ്മ ഞങ്ങളുടെ കൃപ കൊണ്ടൊന്നും അല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഇത് സാധിച്ചു കിട്ടിയതെന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഉയർന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ അടിക്കടിയായിട്ട് ഞങ്ങൾ മേലേക്ക് ഞങ്ങൾ ഉയർത്തി. ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മാതാവ് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളൂ. സങ്കടങ്ങളും സഹനങ്ങളും കൂടെ തരുമെങ്കിലും അതിൻ്റെ കൂടെ ഒരു സന്തോഷം എപ്പോഴും ഞങ്ങൾക്ക് തരാറുണ്ട്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എല്ലായിടത്തും ഞാനും മോനും ഉള്ളപ്പോൾ ഞങ്ങളെല്ലാം പത്രം കൊണ്ടുപോയി വിതരണം ചെയ്യും. അന്നേരം പാവങ്ങളായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തൊരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഇതുണ്ട്, അവിടെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത്, ഞങ്ങൾ 3-4 പേര് കൂടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വിളമ്പി കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ആത്മീയമായിട്ട് ഞങ്ങളെല്ലാ ദിവസവും മാക്സിമം ഭർത്താവ് വെളിയിലാണെങ്കിലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുള്ളത്. മക്കളെ ആണെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സങ്കീർത്തനം 91 1ഉം 2ഉം വചനമാണിത്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരമായി വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ. വെറും വിശ്വാസം മാത്രമല്ല, മറിച്ച് ദൈവത്തോടുള്ള ഒരടുത്ത ബന്ധമാണ് ഉടമ്പടിയിൽ ലഭിക്കുന്നത്. സർവശക്തൻ്റെ തണലിൽ കർത്താവിൻ്റെ അമ്മയുടെയും ആ തണലിലുള്ള ജീവിതമാണ് ഉടമ്പടി മക്കൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയവും സംരക്ഷണവും. ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ ദൈവം കാത്തു പരിപാലിച്ച ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ് ബെൽജിൽ കെ എം എന്ന മകനും കുടുംബവും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ നിന്ന് അവരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജോലി നഷ്ടപ്പെട്ട സമയത്താണ് ഇവർ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം രോഗത്തിൽ കൂടുതൽ ബിൽ പേയ്മെൻ്റ് ആയിരുന്നു അവർക്ക് കൂടുതൽ വലിയ പ്രശ്നമായിട്ട് നിന്നിരുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിട്ടാണ് ട്രാവൽ ഇൻഷുറൻസ് ഏജൻസിയിൽ നിന്നുള്ള എമൗണ്ട് കിട്ടി അവർക്കെല്ലാ കടങ്ങളും വീട്ടുവാൻ സാധിച്ചത്. ആ ബിൽ മുഴുവനായിട്ട് അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒരു വ്യക്തി ആദ്യമായി ചെല്ലുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയാണ് ഈ കുടുംബം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. 20-ന് മുൻപ് വിസ കിട്ടണമെന്നും ഫാമിലിയുമായിട്ട് പുറത്തേക്ക് ഒന്നിച്ചു പോകണമെന്നുമായിരുന്നു ഈ മക്കളുടെ ആഗ്രഹം. അതുപോലെ തന്നെ 20-ന് മുൻപ് 19-ാം തീയതി തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയും കേൾക്കാതിരുന്നില്ല. പിന്നീടാണ് ഈ സഹോദരിയുടെ ജർമ്മൻ പരീക്ഷ. അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ മകൾ തിരുവനന്തപുരത്തേക്ക് എക്സാമിന് വേണ്ടി പോയത്. എനിക്കുള്ള മെറിറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല, ഈ പ്രായത്തിൽ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ,
പക്ഷേ അമ്മയുടെ അനുഗ്രഹത്തിലും ഈശോയുടെ ബ്ലെസ്സിങ്ങിലും ആശ്രയിച്ചാണ് ഇവർ ആ എക്സാം എഴുതുവാനായിട്ട് പോയത്. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാണ് ആ എക്സാം പാസ് ചെയ്യാനായിട്ട് ഇവരെ സഹായിച്ചത്. പിന്നെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് ഇവരുടെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കപ്പെട്ടത്. മാതാവിലുള്ള ഇവരുടെ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം ഒന്ന് ബലപ്പെടുത്തുവാനായിട്ടായിരിക്കാം അല്പം താമസിച്ചത്. പക്ഷെങ്കിലും പ്രാർത്ഥന ആ താമസത്തിലും ഇവർ കൈവിടാതെ യേശുവിനെ അമ്മയുടെ മുറുകെ പിടിച്ചുകൊണ്ട് കൈവിടാതെ പ്രാർത്ഥിക്കുകയാണ്. മകൻ പറഞ്ഞു, അമ്മയെ നമുക്ക് ഒരിക്കൽ കൂടി കിണർ തേകാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, അച്ഛൻ വെഞ്ചരിച്ചിട്ട സാധനങ്ങളാണ്, വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും അതിനകത്തുണ്ട്, നമ്മളിനി അത് കിണർ തേകുവാൻ പോകണ്ട, അത് ഈശോയും അമ്മയും നടത്തി തരും. ഇതാണ് ഉടമ്പടി മക്കൾക്കുള്ള വിശ്വാസം. ഉടമ്പടി ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ പ്രാർത്ഥനകൾ കേട്ടില്ല എന്ന് വരെയെങ്കിലും നമുക്കുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിന്ന് ജീവിതത്തിലെ കഷ്ടതകളിൽ ദൈവം കാത്തുപരിപാലിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ ജീവിതത്തിലെ ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ഉടമ്പടി ജീവിതം സത്യസന്ധമായി ജീവിക്കാം. ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് സമയചുരുക്കത്തിൻ്റെ അമ്മ, ഈ സഞ്ചാരി മാതാവിൻ്റെ അമ്മയും ഈശോയുടെയും കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ബെൽജിക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വം. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ ഇതിനു മുന്നേ വന്ന് തൊഴുതിട്ടുണ്ട്, ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ കൊല്ലം ചവറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അമ്പലത്തിൽ നാസരം വായിക്കുന്ന ക്ഷേത്രജീവനത്തിലാണ്. അപ്പോൾ അത് കാരണം ഉടമ്പടി എടുക്കാതിരുന്നു. ഓരോന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളങ്ങ് വിശ്വസിച്ച്, പക്ഷെ മാസത്തൊടിയിലിന് വരുമായിരുന്നു. പിന്നെ എൻ്റെ അപ്പുറത്തുള്ള ഒരു ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഉടമ്പടി എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോളുടെ കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. കാരണം എൻ്റെ മോൾക്ക് ഉടമ്പടിയിൽ ഞാൻ പക്ഷേ അങ്ങനെയുള്ള ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, സമ്പാദ്യത്തിൻ്റെ കാര്യം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഒരു മാതാവിനോടുള്ള ഒരു ഇഷ്ടം കൂടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാര്യം. അപ്പോൾ ഉടമ്പടിയുടെ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയുള്ള ദൈവത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഉടമ്പടി എടുക്കുക എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഇപ്പം ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ പൊന്നുമോളുടെ കാര്യം പറയാൻ. എൻ്റെ മോളുടെ പേര് സരയു, അവൾക്ക് 12 വയസ്സാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്തിടെ ഇറക്കിയപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ. എൻ്റെ മോളുടെ ചെവിക്കകത്ത് വേദന വന്ന്, ചെവിയിൽ നിന്ന് വേദന. അപ്പം ഞങ്ങൾ വിചാരിച്ച് ചെവിക്കായാണെന്ന് വിചാരിച്ചാണ് ബഡ്സിട്ട് നോക്കിയപ്പോൾ ബഡ്സിനകത്ത് ബ്ലഡ് വന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ച് കുരുപ്പായിരിക്കുമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും വരുന്നില്ലേ കുരുപ്പ്. അങ്ങനെ കുരുപ്പാണെന്ന് വിചാരിച്ച് അതങ്ങ് കളഞ്ഞു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മോൾക്ക് വേദന കൂടി, ഇതേ കണക്ക് ബ്ലഡ് വന്ന്. അങ്ങനെയാണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവരും പറഞ്ഞ് ചെവിക്കായാണെന്ന് പറഞ്ഞ് ചെവിക്കകത്തൊഴിക്കാൻ മരുന്ന് തന്ന് ചെവിക്കായ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം മരുന്ന് ഒഴിച്ചപ്പോഴത്തേക്ക് 2ാമത്തെ ദിവസം രാത്രി കുഞ്ഞിന് അതികഠിനമായ വേദന തോന്നി. കുഞ്ഞിൻ്റെ ചെവിയിൽ നിന്ന് എന്താണ്ടൊക്കെയോ പുറത്തിറങ്ങി വന്ന് നിൽക്കുന്ന കണക്ക് തോന്നി. പേടിച്ചാണ് എടുത്തുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോടിയിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ചെവിക്കകത്ത് ഹോളില്ല, അതുകൊണ്ടാണ് വരാൻ പാടാണ്, അതുകൊണ്ടാണ് ചെവിക്കായ തന്നെ എന്നുള്ളത് അവർ പറഞ്ഞു. എൻ്റെ പിറ്റേന്ന് എൻ്റെ മോൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ആ വേദനയും കൊണ്ട് എൻ്റെ മോള് പരീക്ഷയ്ക്ക് പോയി. ഞാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് പോകണ്ട, അമ്മ വിളിച്ച് പറയാം മോളെ പരീക്ഷയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കേട്ടില്ല. അവൾക്ക് പരീക്ഷയ്ക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ മോള് പരീക്ഷയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ടീച്ചർ കണ്ടപ്പോൾ ചെവിയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. ടീച്ചർ കണ്ടപ്പോൾ ടീച്ചറിന് പേടിയായി, ബ്ലഡൊക്കെ പോകുന്ന കാരണം. ടീച്ചർ തന്നെ കെർഫ് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഹോസ്പിറ്റൽ, ഫേമസ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ട് മോളെ കാണിച്ചപ്പോൾ എൻഡോസ്കോപ്പി ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻഡോസ്കോപ്പി എടുത്തപ്പോൾ എന്തോ ഒന്ന് തടഞ്ഞു നിൽക്കുന്നതായിട്ട് ക്യാമറ കടത്തി വിട്ടപ്പം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻഡോസ്കോപ്പിക്കകത്ത് എന്തോ മാംസത്തിൻ്റെ ഒരു ഇതുപോലെ കാണുന്നു, നമുക്ക് HRCT എടുത്തൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ HRCT എടുത്തപ്പോൾ അത് തലച്ചോറിൽ നിന്നാണോ സൈഡിൽ നിന്നാണോ എന്നറിയത്തില്ല, മാംസം കിളിച്ചിറങ്ങി നിൽക്കുന്നു. പക്ഷേ ഇത് ഓപ്പറേഷൻ ഉടൻ തന്നെ എടുക്കണം, അല്ലാതെ പറ്റത്തില്ല, ബയോപ്സിക്കും വിടണമെന്ന് പറഞ്ഞു. സത്യം പറയാൻ എനിക്ക് ആവാതിരുന്നായ മോളായത്. 4.5 വർഷം ആവാതിരുന്ന് ഒരുപാട് നേർച്ചകളിട്ടായ മോളായത്.
നമുക്ക് എന്തേലും വന്നാലും നമ്മൾ സഹിക്കും. പക്ഷേ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ പിടിവിട്ടു പോവും. ഭ്രാന്തായില്ലെന്നേ ഉള്ളൂ എനിക്ക്. എനിക്ക് അമ്പലത്തിൽ നിന്ന് ആസനം വായിക്കാൻ പോകുമ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇച്ചിരി താമസിച്ചിട്ടായാലും മുന്നേ ആയാലും ഞാൻ പ്രാർത്ഥന ഇതുവരെയും മുടക്കിയിട്ടില്ല. അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കും. ഞാനങ്ങനെ വെളുപ്പാങ്കാലത്തെ പ്രാർത്ഥന ഞാൻ മെസ്സേജുകൾ ഈ 4 ദിവസം കൊണ്ട് അയച്ചുകൊണ്ടിരുന്നു. തിരിച്ച് മെനഞ്ഞാന്ന്, അതായത് ഇന്നലെ പോയി അഡ്മിറ്റ് ആവണമായിരുന്നു ഹോസ്പിറ്റലിൽ. മെനഞ്ഞാന്ന് ഞാൻ ഇവിടെ വിളിച്ചു. ആരാ എടുത്തതെന്നറിയത്തില്ല ഫോൺ. എടുത്ത വ്യക്തി സിസ്റ്ററാണോ ആരാന്നറിയത്തില്ല. എടുത്തപ്പോൾ ഞാൻ വലിയവായി നിലവിളിച്ചു, സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിടന്ന് കരഞ്ഞത്. എൻ്റെ മോളെയും കൊണ്ട് ഓപ്പറേഷന് പോയി എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്. ഭ്രാന്തെടുത്താണൊക്കെ ഞാൻ പറഞ്ഞത്. കാരണം ബയോപ്സിന്ന് കേട്ടപ്പോഴത്തേക്കും ഞാൻ 2 കഴിഞ്ഞ്. അങ്ങനെ മെനഞ്ഞാന്ന് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ ചോദിച്ച് ഉടമ്പടി എടുത്തിട്ട്, ഞാൻ പറഞ്ഞു ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പം പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട, മാതാവിൻ്റെ കാശ് രൂപമായിട്ട് പോയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയാൽ മതി, ഒരു കുഴപ്പമില്ലാതെ ഇതേ കണക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ വിളിക്കുന്ന ഭ്രാന്തെടുത്താണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുന്നത് എന്തോന്നറിയോ, എന്തെങ്കിലും ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളുമായിട്ട് എൻ്റെ മോൾക്ക് വേദനയ്ക്കൊരിതായിട്ട് ഞാൻ വിടത്തില്ല. കാരണം എൻ്റെ മോളെ ഈ കോലത്തിൽ നിന്ന് വേറൊരു കോലത്തിലേക്ക് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാനതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് ഈശോയുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരിത് വന്നാൽ ഞാൻ അപ്പഴേ എൻ്റെ മോളെ കൊണ്ട് കയറി തൂകും. ഞാൻ തിരിച്ച് ജീവനോട് വരത്തില്ല മാതാവേ, എൻ്റെ മോളെ ഞാൻ വേദനയ്ക്ക് അടിമയാക്കത്തില്ലെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അതും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോവുകയും ചെയ്യുന്നത്. രാത്രിയെന്നില്ല പകലെന്നില്ല ഞാൻ പ്രാർത്ഥനയായിരുന്നു. സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ മോൾക്ക് തേനും കൊടുക്കും, ഉപ്പും എല്ലാം കൊടുക്കും, ഉടമ്പടി തൈലം തേച്ച് എല്ലാം കൊടുത്തിട്ടാണ് തിരിച്ച് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഇതുമായിട്ട് ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. അവർ അഡ്മിറ്റ് ചെയ്ത് വൈകുന്നേരത്ത് എൻ്റെ മോളെ ടെസ്റ്റിനായിട്ട് സിസ്റ്റർമാർ വിളിച്ചുകൊണ്ട് പോയി. ബാക്കി എൻ്റെ മോള് പറയും. കാരണം ഞാൻ എൻ്റെ ഇളയ കുഞ്ഞുമായിട്ട് മേളത്തെ റൂമിൽ കിടന്നത്. ഇളയ ആൾ ഉറക്കമായിരുന്നു. അപ്പം മേളത്തെ റൂമിൽ കിടന്നത് അവരച്ഛനും മോളും കൂടെ. അവരച്ഛനും വന്നിട്ടുണ്ട്, ഇളയ മോളും വന്നിട്ടുണ്ട്. അവരച്ഛനും മോളും കൂടെ ആയിരുന്നു സിസ്റ്റർമാരുടെ കൂടെ താഴോട്ട് ബ്ലഡ് ടെസ്റ്റിനും കാര്യങ്ങൾക്കും മരുന്നിൻ്റെ ഒക്കെ പരിശോധനയ്ക്കും ഒക്കെ പോയത്. മോള് പറയും ബാക്കി കാര്യങ്ങൾ. എൻ്റെ പേര് സരയു, എനിക്ക് 12 വയസ്സാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ജോഷ്ന എന്ന് പറയുന്നൊരു ഡോക്ടറിനെ പോയി കണ്ട്. ഡോക്ടർ പറഞ്ഞ് നാളെ ഓപ്പറേഷൻ അല്ലേ, അപ്പം എന്തായാലും ചെവി ക്ലീൻ ചെയ്യണം, അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് റൂമിൽ പോയി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന ചേട്ടനൊരു ഡൗട്ട് തോന്നി. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി. ആ ചേട്ടൻ ഒന്നുകൂടി എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പം ചെവിയിൽ ഒന്നും കാണുന്നില്ല. അങ്ങനെ ആ ചേട്ടൻ പേടിച്ച് അങ്ങനെ ജോഷ്ന എന്ന് പറയുന്ന ആ ഡോക്ടറിനെ വിളിച്ച്. ആ ജോഷ്ന എന്ന് പറയുന്ന ഡോക്ടർ വന്ന് നോക്കിയിട്ടും ഒന്നും കണ്ടില്ല. അങ്ങനെ എന്നെ മെയിൻ ഡോക്ടറാണ് സുനിൽ ഡോക്ടറിൻ്റെ അടുത്ത് വിട്ട്. സുനിൽ ഡോക്ടറും നോക്കിയിട്ട് കണ്ടില്ല. സുനിൽ ഡോക്ടർ പറഞ്ഞ് എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചിരിക്കുന്ന, നമുക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ മോളുടെ ചെവി നേരെ ആയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് ഒന്നുകൂടി സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് ചെവി മരുന്ന് വെച്ചിരിക്കുക. ഞാനിപ്പം മരുന്ന് ഒഴിച്ച് തിരിച്ചു വിട്ട് സത്യത്തിൽ തമ്പുരാനായ കർത്താവിനോടും അമ്മ മാതാവിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. സത്യത്തിൽ എൻ്റെ പൊന്നമ്മയുടെ കണക്കാണ് ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന എൻ്റെ അമ്മ. എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ അമ്മ എൻ്റെ ജീവനാണ്. സത്യത്തിൽ ഇപ്പം എൻ്റെ മോളുടെ കാര്യം, കാരണം ഏതൊരാൾക്കും അവരവരുടെ മക്കൾ പൊന്നാണ്. അവരവർക്ക് എന്ത് വന്നാലും വേണ്ടില്ല, വേദന തിന്നും. പക്ഷെ മക്കൾക്ക് വന്നെന്നറിയുമ്പോൾ ആരെങ്കിലും സഹിക്കുമോ? ചാവാതെ ചത്ത സമയങ്ങളായിരുന്നു. ഞങ്ങൾ മണിക്കൂറുകൾ എണ്ണിയായിരുന്നു ഞങ്ങൾ നിന്ന്. പക്ഷേ ഇന്നലെ ഇത് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്കേ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അമ്മ മാതാവിനോട് ഒരു കോടി എൻ്റെ ജീവിതം തന്നെ അവിടുത്തെ കാൽക്കീഴി ഞാൻ അർപ്പിച്ചേക്കുന്ന സമയമായത്. അത്രയ്ക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല അമ്മ മാതാവിൻ്റെ കാര്യം. എൻ്റെ പൊന്നായ എൻ്റെ അമ്മ. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ പിന്നെ ഗർഭിണികളായ ഒരു പെങ്കൊച്ചിനെ, അവർക്ക് വണ്ടിയില്ലാതെ ഞങ്ങൾ ഹൈവേ കൂടെ പോകുമ്പം അവർ അമ്മായിയമ്മ തടഞ്ഞു നിർത്തിയിട്ട് കരഞ്ഞു പറയും, മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇല്ല എന്നും പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ കൊച്ചിനെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആക്കിയൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ ആശ്രമം വായിക്കുന്നതുകൊണ്ട് അധികം ഇതൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടവും പിടിച്ചില്ല, നമുക്ക് അതിനുള്ള അധികം സമയമൊന്നുമില്ല. എങ്കിലും എന്നാൽ കഴിയുന്നത്
ചെയ്തിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ പത്രം കിട്ടുന്നതെല്ലാം ഞാനും എൻ്റെ മോളൂടെ കൊണ്ടുപോയി കൊടുക്കുകയും എൻ്റെ കുഞ്ഞമ്മ വഴി തൊഴിലുറപ്പുകാർക്കൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യും. എല്ലാത്തിനും മാതാവിനോട് നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും അമ്മ മാതാവിൻ്റെ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. 1 കോടി നമസ്കാരം. സങ്കീർത്തനങ്ങൾ 107:13. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചിറഞ്ഞു. ഇന്ദുലേഖ എന്ന ഈ സഹോദരിയും സരയു എന്ന മകളും കുടുംബവും വലിയ നന്ദിയോടുകൂടി പരിശുദ്ധമായ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ സ്നേഹം സമർപ്പിക്കുന്നു. നമ്മൾ ഈ അമ്മയുടെയും മോളുടെയും വാക്കുകളിലൂടെ കേട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുടുംബം കടന്നുപോയ എത്ര ക്ലേശകരമായ സാഹചര്യങ്ങൾ. മകളുടെ ചെവിക്കുള്ളിൽ ഒരു മാംസപിണ്ഡം പോലെ എന്തോ വളർന്നു വരുന്നുവെന്നും ഉടനടി ഓപ്പറേഷൻ ചെയ്യണമെന്നും ബയോപ്സിക്ക് അയക്കണമെന്നും അത് ആദ്യത്തെ സ്കാനിങ്ങിനെല്ലാം വളരെ ക്ലേശകരമായ റിസൾട്ടാണ് കുടുംബത്തെ നിരന്തരം അറിയിക്കുന്നത്. അമ്മ ഉടമ്പടി എത്ര കണ്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് ജീവിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നാദസ്വരം എന്ന ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട് അമ്മ ജീവിക്കുമ്പോഴും അത് രാത്രി വൈകിയും വെളുപ്പിനെയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ സഹോദരിക്കുള്ളപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസവുമുള്ള കാര്യങ്ങളിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ആ കൃത്യതയോടുകൂടി പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും പങ്കുചേരുന്നതിന്, അമ്മയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന്, ധ്യാനം കൂടുന്നതിന്, ഉടമ്പടി പ്രകാരം ഓരോ കാര്യവും ചെയ്യുന്നതിന് കുടുംബം വലിയ സന്തോഷത്തോടു കൂടി പങ്കുചേരുന്നത് അൾത്താരയിൽ വെളിപ്പെടുത്തുകയാണ്. ഈ അൾത്താരയിൽ നിൽക്കുന്ന ഏറ്റവും ഇളയ കുഞ്ഞ് കാണാതെ വിശ്വാസ പ്രമാണം ചൊല്ലി കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ നയിക്കുന്നത് ഈ കുടുംബം സാക്ഷികൂടാരത്തിൽ പറയുന്നുണ്ടായിരുന്നു. അത്ര കണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കുടുംബത്തിലുള്ള കുഞ്ഞുമക്കൾ പോലും കാണാതെ പഠിച്ചുകൊണ്ട് അമ്മയിൽ പൂർണ്ണമായി തങ്ങളെ തന്നെ സമർപ്പിച്ച് ഉടമ്പടി തൈലം പൂശി മാതാവിൻ്റെ സംരക്ഷണയിൽ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതിനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വല്ലാത്ത ആദിയോടെ ആ ഓപ്പറേഷന് ഡോക്ടർമാർ പറഞ്ഞ ആ നിമിഷത്തെ അതിൻ്റെ മുഴുവൻ ഭാരവും സങ്കടവും ഓർത്തുകൊണ്ട് വിളിച്ച് പറയുമ്പോഴും ഉടമ്പടി കാശുരൂപവും തൈലവുമായി പ്രത്യാശയുടെ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ സന്ദേശം കൈമാറുകയും അത് ഇന്നലെ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റായി അതിൻ്റെ അവസാനപ്പെട്ട പരിശോധനകൾ നടത്തുമ്പോൾ പൂർണ്ണ സൗഖ്യം, ഒരു ദശ പോലും ഇല്ലാതെ, യാതൊരു ക്ലേശവുമില്ലാതെ പൂർണ്ണ സൗഖ്യം മകൾക്ക് ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മരുന്നിനപ്പുറം, വൈദ്യശാസ്ത്രത്തിനപ്പുറം ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശത്തെയും രോഗത്തെയും സൗഖ്യപ്പെടുത്തുവാനും നമുക്ക് പുതിയ സന്തോഷം തരുവാനും ദൈവശക്തിക്ക് കഴിവുണ്ട്. ഈശോയും അമ്മയും നമ്മളെ ഉടമ്പടിയിലൂടെ അതിന് പ്രത്യേകമായി സഹായിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച പുതിയ പ്രതീക്ഷയ്ക്കും വലിയ സന്തോഷത്തിനും രോഗസൗഖ്യത്തിനും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ബിനി, ഇതെൻ്റെ ഹസ്ബൻഡ് ബിനീഷ്, മക്കൾ ബേസിൽ, ബിൽഹ. ഞങ്ങൾ വരുന്നത് വാളകത്ത് നിന്നാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതിനെ തുടർന്നാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 18/10/2022 ഈ അതിനുശേഷം ഞങ്ങൾ ഇന്നാണ് വരുന്നത് ലീവിന്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് വന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നിരുന്നു. ഉടമ്പടിയിൽ തന്നെ ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്ന ഫ്രണ്ട് വഴിയാണെന്ന് പറഞ്ഞല്ലോ. ഞാനത് വീട്ടിൽ എന്നും തന്നെ പറയായിരുന്നു നമുക്കൊന്ന് പോകാമെന്ന്. പക്ഷേ ഇവർക്ക് ആർക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയല്ലേ, അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് ലാസ്റ്റ് ഞാൻ തന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇനി പറയണ്ട, ഇനി എന്തെങ്കിലും എന്നോട് ഇങ്ങോട്ട് പറയട്ടെ, എന്നിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേഴ്സായിരുന്നു. എനിക്ക് പുറത്തു പോകുന്നത് ഭയങ്കര ഒരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഒത്തിരി നാളത്തെ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ന്യൂസിലൻഡിലൊരു ഇൻ്റർവ്യൂ വരികയും ഇൻ്റർവ്യൂ വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോയാലോ എന്ന് പറഞ്ഞു.
ഈ കൃപാസനത്തിൽ പോയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഡേറ്റ് പ്ലാൻ ചെയ്തിരുന്ന അന്നായിരുന്നു ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ പെട്ടെന്ന് തന്നെ കിട്ടിയത്. രാവിലെ 7 മണിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു അറിവിൽ അവർ തന്ന പത്രം മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, ഒരു കൊന്തയും. ഞാൻ ഈ പത്രവും കൊന്തയും ബൈബിളും വെച്ച് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ വഴി കൃപാസനത്തിൽ ഫാമിലിയായിട്ട് വന്നു. ഇവിടെ വന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് പുറത്തേട്ട് ഇറങ്ങിയപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തു, ഇൻ്റർവ്യൂ സെലക്ഷനായി എന്ന് പറഞ്ഞ്. അതോടുകൂടി ഇവർക്കും വിശ്വാസം കൂടി. അങ്ങനെ ഞങ്ങളുടെ വിസ പ്രോസസ്സിംഗ് എല്ലാം വേഗം നടന്നു. ഞങ്ങളങ്ങനെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ന്യൂസിലൻഡിലേക്ക്. അതുകൂടാതെ 4 മാസം കഴിഞ്ഞപ്പോൾ ഇവരും അവിടെ വന്നു. അവിടെ വന്ന് ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിളിങ്ങിലായിരുന്നു. എങ്കിലും മാതാവിൻ്റെ ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും കൂടാതെ എല്ലാം കടന്നുപോയി. അങ്ങനെ അവിടെ ഒരു ജോലിക്ക് ഹസ്ബൻഡിന് ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചു, പക്ഷേ എങ്ങും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ദിവസവും മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. കാരണം അവിടെ ഒരു താൾക്കുള്ള ജോലി കൊണ്ട് ജീവിക്കുക എന്നത് വളരെ പാടായ ഒരു കാര്യമായിരുന്നു. പിന്നെ ഇവർ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും ജോലി കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്നും ഇരുന്ന് പ്രാർത്ഥിച്ചു. ലാംഗ്വേജ് പെട്ടെന്ന് വന്നതുകൊണ്ട് ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ജോലിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി എൻ്റെ എംപ്ലോയർക്കൊരു മെയിൽ അയക്കാൻ. ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു സൺഡേ ആയിരുന്നു ഇരുന്ന് അവിടെ ഒരു സൺഡേ മെയിലൊന്നും റിപ്ലൈ ചെയ്യുമൊന്നുമില്ലായിരുന്നു. ഞാനങ്ങനെ സൺഡേ ഒരു മെയിൽ അയച്ചു. അദ്ദേഹം എനിക്ക് മൺഡേ വന്ന് അദ്ദേഹത്തെ കാണാൻ പെട്ടെന്നൊരു അപ്പോയിൻമെൻറ്റും തന്നു. ഞങ്ങൾ പോയി മൺഡേ കണ്ടു. ചെന്നപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഞങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തന്നു. ഞങ്ങളത് വാങ്ങിച്ച് ഫില്ല് ചെയ്ത് ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും പിടിച്ച് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞങ്ങളത് ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കോൾ വന്നു, നിങ്ങൾ പോകല്ലേ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞ്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ആ ജോലി കിട്ടി. ആ ജോലിയിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വിസ 3 വർഷമായിരുന്നു. 3 വർഷത്തിന് കഴിഞ്ഞ് ഞങ്ങൾക്കത് റിന്യൂവൽ ഡേറ്റ് വന്നു. ആ സമയത്ത് അവർ ഞങ്ങൾക്കൊരു ലിങ്ക് ഇട്ട് തന്നു. ആ ലിങ്ക് വഴി ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ വിസ ക്യാൻസലായി. പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യുവാനില്ല. നമുക്കൊരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കവിടെ ഒരു പുതിയ ടോക്കൺ കിട്ടും, അല്ലെങ്കിൽ ഒരു വിസ കിട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാടായി. തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യം. തിരിച്ച് നാട്ടിൽ വന്നാൽ പിന്നെ എന്ത് ജോലിയില്ല, ഒന്നുമില്ല. ഞങ്ങൾ ആകെ തകർന്ന നിമിഷങ്ങളായിരുന്നു അത്. ഞങ്ങൾ എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ എല്ലാം ഫലമായിട്ട് ഞാൻ ഇന്നും ഇമിഗ്രേഷനിൽ വിളിക്കുമായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുമോ എന്ന്. അവർ പറഞ്ഞു, നിങ്ങളൊരു പുതിയ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കണം, അവർ സഹായിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. അതൊന്നും അവിടെ നടപ്പായ ഒരു കാര്യമല്ലായിരുന്നു പെട്ടെന്ന് തന്നെ. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം എനിക്ക് തോന്നി, എന്നോട് ആരോ പറയുകയാണ് പെട്ടെന്ന് ഇമിഗ്രേഷനിൽ വിളിക്കുക. ഞാൻ 2 മാസം കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഒരു ദിവസം രാവിലെ തോന്നിക്കുകയാണ് പെട്ടെന്ന് ഇമിഗ്രേഷൻ വിളിക്കാൻ. ഞാനപ്പോൾ ഇവരെ സ്കൂളിൽ വിട്ടിട്ട് വേഗം തന്നെ ഇമിഗ്രേഷനിൽ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ ഞാൻ വിളിച്ച് ഒരു 1 അവർ ഹോൾഡ് ചെയ്തു ഫോൺ. കാരണം അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയമെല്ലാം ഞാൻ സർവശക്തിയുടെ പിതാവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് വിളിക്കുകയാണ്. ഈ ഫോൺ 1 അവർ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, ദൈവം എന്തോ ഒരു അത്ഭുതം ഇതിനകത്ത് പ്രവർത്തിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അവർ എന്ന് വിളിച്ചാലും പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞ് കോള് കട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കോള് കട്ടായി. അടുത്ത് ഒന്നുകൂടെയും വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ആ സെയിം ലിങ്ക് ഉപയോഗിച്ച് ഒന്നുകൂടി ആ വിസ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഇതുവരെ ന്യൂസിലൻഡ് ഇമിഗ്രേഷനിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച ലിങ്ക് അതോടുകൂടി എക്സ്പയറി ആവും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ആ ലിങ്ക് റീയൂസ് ചെയ്യാനും ഞങ്ങൾക്ക് വീണ്ടും വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്തു. കൂടാതെ ഞങ്ങൾക്ക് ഒട്ടും തന്നെ താമസമില്ലാതെ വർക്ക് ടു റെസിഡൻസി കിട്ടുകയും ഞങ്ങളിപ്പോൾ ലീവിൽ വന്നിരിക്കുകയാണ്. മാതാവും ഈശോയും ഞങ്ങൾക്ക് വേണ്ടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ, എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ ഈ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് എന്തൊരു ആവശ്യത്തിന് പോയാലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഉപ്പ് ഞങ്ങൾ വായിലിട്ട് രാത്രി എന്നും കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളത് കുറച്ച് വായിലിട്ടിട്ടാണ് കിടക്കാറുള്ളൂ. ഭക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാറുള്ളൂ. പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നിട്ടുള്ള പ്രതിഷ്ഠീകരണ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ
ഞാൻ രാവിലെ എഴുന്നേക്കും എന്ന് എനിക്ക് ഭയങ്കര പാടുള്ളൊരു കാര്യമായിരുന്നു. ഞാനത് ഓൺലൈൻ ഉടമ്പടി വെച്ചപ്പോൾ ഞാനത് വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എനിക്കൊന്ന് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റണേ എന്ന്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുകയും, കൂടാതെ ഞാൻ ഇവരോട് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേൾക്കൊന്നുമില്ല പ്രാർത്ഥിക്കാൻ വരാം. ലാസ്റ്റ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഇന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും കൂടി വിളിക്കണേ, ഞാനും വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ എന്നും ഇപ്പോൾ ഒരുമിച്ചിരുന്ന് 5 മണിക്ക്, ഞാൻ എഴുന്നേക്കാൻ വിട്ടുപോയാലും എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരുന്ന് 5 മണിക്ക് പ്രാർത്ഥിക്കും. വൈകുന്നേരവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് എല്ലാ ദിവസവും. പിന്നെ മകൾക്ക് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവർക്ക് ഭയങ്കര വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു, കോൺസ്റ്റിപ്പേഷനായിരുന്നു. ഞങ്ങളിവിടെ ഒത്തിരി മെഡിസിൻസ്, ഇവിടെ നല്ല ഡോസ് കൂടിയ മെഡിസിൻസ് വരെ കൊടുത്തിട്ടും ഇവൾക്കത് നോർമലായിട്ട് പോകത്തില്ലായിരുന്നു. ഞങ്ങളിവിടുന്ന് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്ന് ഞങ്ങൾ മെഡിസിൻ ഒന്നും കണ്ടിന്യൂ ചെയ്തില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഇട്ട് പ്രാർത്ഥിക്കുകയും കഴിക്കാൻ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇവർക്ക് ഒരു മെഡിസിനും ഇല്ല. 2 ദിവസം 3 ദിവസം കുടുംബം പോകുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ പോകുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു കുടുംബത്തിലൊരു സമാധാനം, എന്നും വഴക്കൊക്കെ നിറഞ്ഞൊരു ജീവിതത്തിൽ ഒരു സമാധാനം. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലോടെ ഞങ്ങളുടെ ജീവിതം ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നു. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒരു കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ അന്നിവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ കൃപാസന പത്രമെല്ലാം അന്ന് കൊടുക്കാൻ പറ്റിയിരുന്നു. ഞാനെല്ലാം കൊടുത്തിട്ടാണ് പോയത്. പിന്നെ അത് കിട്ടുക എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു എനിക്ക് ഒരു പേപ്പറെങ്കിലും കിട്ടണമെന്ന്. കാരണം വിസയൊക്കെ പോയ സമയത്ത് അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ഒരു പേപ്പറെങ്കിലും എൻ്റെ ഈശോയെ കയ്യിലൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു ചോദിച്ചു, അവിടെ ചേച്ചി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ട്, ഞാനൊരു പേപ്പർ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരെണ്ണാണോ തരുള്ളൂ, എനിക്ക് ഒന്നുകൂടി തരുമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട് 2 എണ്ണം കൊണ്ട് തന്നു. പക്ഷേ എനിക്കതിനകത്ത് കിട്ടിയത് 7 എണ്ണമായിരുന്നു. ഞാനങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് ഞാൻ ആ 7 പേപ്പറും അവിടെ കൊടുത്തു. അതുകൂടാതെ ഞാൻ അവിടെ ഓരോ രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോഴും ദൈവത്തോട് അവർ അത്ര ബോധത്തോടെ ഉള്ളവരായിരിക്കില്ല, എങ്കിലും അവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കണം, മാതാവിനോട് ചോദിച്ചാൽ ഒന്നും തരാതിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും അവരിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തോട് കൂടുതൽ, ദൈവമേ ഇവർക്ക് വേണ്ടിയിട്ട് നീ പ്രവർത്തിക്കണം കേട്ടോ, ഇവർക്കിതിന് പറ്റില്ല എന്നിട്ട് ആണല്ലോ കർത്താവേ, നീ ഇവരിൽ വേണ്ടി ഇവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവരെ നടത്തണട്ടോ തമ്പുരാനെ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനും കഴിയുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചാരിറ്റി ആയിട്ട് പൈസ കൊടുക്കുകയും, പിന്നെ ആരെങ്കിലും അസുഖമായിട്ട് ഇങ്ങനെ സഹായം ചോദിച്ചാൽ അത് ഞങ്ങൾ സഹായമായി കൊടുക്കാറുണ്ട്. യൂട്യൂബിൽ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടാറുണ്ട്. ചൊവ്വാഴ്ച നമുക്ക് ന്യൂസിലാൻഡിൽ ഇവിടെ ചൊവ്വാഴ്ച പിറ്റേ ദിവസം ബുധനാഴ്ച കൂടാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ എല്ലാം ബുധനാഴ്ച അത് കറക്റ്റായിട്ട് കൂടാറുണ്ട്. അതിൽ ഉപവാസം എടുക്കാറുണ്ട് ബുധനാഴ്ചകളിൽ. സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ ഉടമ്പടി ധ്യാനവും ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ബൈബിൾ വായന എനിക്ക് 30 മിനിറ്റ്, ഞാൻ അരമണിക്കൂർ കണ്ടിന്യൂസ് ഒന്നും വായിക്കാറില്ല, എങ്കിലും ഞാൻ മാക്സിമം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനി ഞങ്ങൾക്ക് ഉടമ്പടിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകാനാണ് താല്പര്യം. ദൈവത്തിന് സ്തുതി. റൂത്ത് 2:12 നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ബിനി കുര്യൻ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിന് അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങളെ, പ്രതിസന്ധികളിൽ നൽകിയ സംരക്ഷണത്തെ, ജീവിതത്തിൻ്റെ തകർച്ചകളിൽ അതിൻ്റെ ഉയർച്ചകളിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്കറിയാം, ഉടമ്പടിയിൽ മെഡിസിനൽ പ്രേയേഴ്സ് ആൻഡ് മിറക്കിൾ പ്രേയേഴ്സ് ഉണ്ട്. അത് ഉടമ്പടിയുടെ ഒരു സെറ്റും ഭാഗ്യവുമാണത്. അത് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമാണ്. എത്ര കണ്ട് നാം പൂർണ്ണമായ ശരണത്തോടും വിശ്വാസത്തോടും ഇവ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയുടെ, തകർച്ചയുടെ, രോഗക്ലേശത്തിൻ്റെ സമയത്ത് ആശ്രയിച്ച് ചൊല്ലുകയും നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുവോ, അത് അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൊണ്ടുവരുന്നത് കാണാനാവും.
ഈ മകൾ സാക്ഷ്യത്തിലത് പ്രത്യേകമായിട്ട് 2-3 ഇടങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുവാനുള്ള വഴി തുറക്കുന്ന സമയത്ത്, അവിടെ ജീവിത പങ്കാളിക്കൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച സമയത്ത് വിസ തീർന്ന് മറ്റൊന്ന് കിട്ടാതെ ഏറെ ക്ലേശം അനുഭവിച്ച് എമിഗ്രേഷനോട് നിരന്തരമായി ഇൻട്രാക്ട് ചെയ്തിരുന്ന സമയത്ത് അന്ന് വരെ മറ്റാർക്കും കിട്ടാതിരുന്ന വഴികളിലൂടെ ഇവർക്ക് വിസ പുതുക്കി കിട്ടിയ വഴികൾ തുറന്നതിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴൊക്കെയും സഹോദരി ആവർത്തിക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും നിരന്തരം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു എന്നത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് സഹോദരൻ്റെ ആ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ആ സമയം മുഴുവനും അത് ചൊല്ലിക്കൊണ്ടാണ് കുടുംബം ഒന്ന് സ്റ്റേബിളാക്കിയത്. ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കുവാനാവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ രണ്ടുപേരും കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ, ജോലിയെടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ച നാളുകളിൽ അമ്മ മാതാവ് ഓരോ സമയത്തും സന്ദേശം നൽകി. ആ സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നിയോഗത്തിൻ്റെ ഫലത്തിലേക്കും ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിലേക്കും അവരെ നയിക്കുന്നത് എടുത്തു പറയുന്നുണ്ട്. ഓരോ സമയത്തുമുള്ള സന്ദേശങ്ങൾ അത് ഒന്ന് സ്വന്തം സ്ഥാപനത്തിൽ വിളിച്ചു ചോദിക്കുവാൻ, എമിഗ്രേഷനിൽ വിളിച്ചു ചോദിക്കുവാൻ, ഒന്ന് മെയിൽ ഒന്നുകൂടി അയക്കുവാൻ ഒക്കെ ഓരോ സമയത്തും അമ്മ കൊടുക്കുന്ന സന്ദേശങ്ങൾ അത് ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധിയിൽ തക്ക സമയത്തുള്ള ദൈവിക ഇടപെടലുകളായി മാറുന്നുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഉറപ്പോടുകൂടി നമ്മുടെ കരം പിടിക്കുന്ന അമ്മയുടെ സംരക്ഷണമാണ്. ഉടമ്പടി ജീവിതം എവിടെയാണോ അസ്തമിക്കുന്നുവെന്ന് നാം കാണുക, അവിടെ പുതിയ ഉദയമുണ്ടെന്ന് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അനുഗ്രഹിക്കുന്ന മാർഗവുമാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ നമുക്ക് പ്രത്യാശയോടു കൂടി ഉടമ്പടി ആവശ്യപ്പെടുന്നത് പോലെ നമ്മളിൽ നിന്നും എങ്ങനെ ജീവിക്കണമെന്ന് ഉടമ്പടി പറയുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ഉടമ്പടി നമ്മുടെ സ്ഥിരതയോടുകൂടി ജീവിതം മുന്നേറുന്നതിന്, അനുഗ്രഹിക്കപ്പെടുന്നതിന്, സമാധാനം നൽകുന്നതിന്, നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുന്നതിന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച്